welcome back to my channel Shika Craft Ideas. Today video is my study vlog guys. എൻ്റെ സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് ലിറ്ററേച്ചർ പഠിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ നോർമൽ ഹ്യൂമാനിറ്റീസ് അല്ല എടുത്തിട്ടുള്ളത്. ഞാൻ ഹ്യൂമാനിറ്റീസ് സൈക്കോളജി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കുള്ള സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, നമ്മുടെ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ഞാൻ എടുത്തിട്ടുള്ളത് മലയാളമാണ് കേട്ടോ. സോ ഞാൻ ആ ലിറ്ററേച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ലിറ്ററേച്ചർ എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളം എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ മലയാളം ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ബുക്ക് കിട്ടാത്തതുകൊണ്ട് അത് ഒരു കവിതയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് കേട്ടോ. ഗീതാഞ്ജലിത്തെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതൊന്ന് ടീച്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പേജിൽ. നമുക്ക് ബുക്ക് കിട്ടാത്തതുകൊണ്ട് എല്ലാ ടെസ്റ്റും കിട്ടിയിട്ടുണ്ട്, ഇനി മലയാളം കൂടിയേ കിട്ടാനുള്ളൂ. സോ മലയാളം കിട്ടാത്തതുകൊണ്ട് നമുക്കിങ്ങനെ വായിച്ച് പഠിക്കുന്ന ടൈമിൽ ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് ഞാൻ എഴുതിയെടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എഴുതിയെടുക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. സോ പ്ലസ് വൺ സ്റ്റുഡൻസിന് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്. എനിക്ക് അത്യാവശ്യം കുറച്ച് ഈസി ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ കുറച്ച് ടഫായിട്ട് തോന്നിയത് ജേർണലിസമാണ്. ബാക്കി എല്ലാതും ഓവറോൾ എനിക്ക് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ദെൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. അതെനിക്ക് ഭയങ്കര ഫേവറേറ്റായി മാറിയിട്ടുണ്ട് ഈ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. പിന്നെ അതേ നമ്മുടെ മലയാളമൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഞാൻ ചാപ്റ്ററിൻ്റെ നെയിം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ പിന്നെ അതേ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈസ് നോട്ട് ബെറ്റർ ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇത്രയ്ക്ക് പോലും ശരിയല്ലായിരുന്നു. പിന്നെ ഒരു ഇതിലെത്തിയതാണ് ഗൈസ്. അപ്പോൾ ചിലവർ പറയുമായിരിക്കും ഈ ഹാൻഡ് റൈറ്റിംഗ് നീച്ചല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ ഗൈസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ഞാൻ ലിറ്ററേച്ചർ എഴുതാണ്ടായിരുന്നു. സോ അതായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. നമുക്ക് ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു. അതായത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. സിമിലി, മെറ്റഫർ, ഐറണി അതൊക്കെയായിരുന്നു നമുക്ക് മെയിൻലി പഠിക്കാനുണ്ടായിരുന്നത്. അതായത് പോയറ്റിക് ഡിവൈസസ് ആയിരുന്നു നമുക്ക് മെയിൻലി പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് സെക്കൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. സെക്കൻഡിൽ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാരക്ടേഴ്സ്, സ്റ്റൈൽ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ടഫൊന്നല്ല, കുഴപ്പമില്ലാത്ത ഒരു പോർഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നമ്മുടെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും എൻ്റെ സ്റ്റഡി വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.